ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ്റെ ഡെറിവേഷനാണ്. സംഭവം നമുക്ക് അറിയാവുന്ന തന്നെയുള്ളൂ. ജസ്റ്റ് നമ്മളൊരു ബാൾ എടുക്കുന്നു, മേലേക്ക് കൊണ്ടുപോകുന്നു, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലെത്തുന്നു, അവിടെ നിന്ന് ജസ്റ്റ് വിടുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ NCERT നിന്ന് കിട്ടിയിട്ടുള്ള ഈ സാധനമാണ്, അതായത് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. Total mechanical energy of a system is conserved if the forces doing work on it are conservative. അത് കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പറയാമെന്നോ, നമ്മളിപ്പോൾ ഒരു ബാളെടുത്ത് മേലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്ത് ബാളിനെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിച്ചു. അതിനുശേഷം വിട്ടുവെച്ചാൽ ആ ബോൾ നേരെ അടിയിലേക്ക് വരും. പക്ഷെ നമ്മൾ നിലത്ത് ഒരു സർഫേസിൽ വെച്ച് ഒരു ബോക്സ് തള്ളിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിലെ ആ ബോക്സിനെ വിട്ടുവെച്ചാൽ അത് തിരിച്ചൊന്നും വരില്ല. കാരണം ഫ്രിക്ഷൻ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരിക്കലും ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഹൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടുത്തെ കീ കൺസെപ്റ്റ്. സോ അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ആ ടൈമിൽ വേറൊരു ഫോഴ്സും ഇല്ല. അതായത് ഇപ്പോൾ ഈ കേസിലൊക്കെ നമ്മൾ റെസിസ്റ്റൻസിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരു കൂട്ടിച്ച ടോട്ടൽ മെക്കാനിക്കൽ എനർജി അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരിക എപ്പോഴും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ഇനി നമുക്ക് ആവശ്യമല്ല, സോ നമുക്കത് കളയാം. ഇനി നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ, ഫസ്റ്റ് 3 പോയിന്റ് കൺസിഡർ ചെയ്യാം. അതായത് ബാള് ഏറ്റവും ടോപ്പിലെത്തിയ ഭാഗം എന്ന് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു നടുവിലെത്തിയ ഭാഗം എന്ന് കൺസിഡർ ചെയ്യുക. ഏറ്റവും താഴെ ജസ്റ്റ് above the earth surface നമുക്ക് എന്ന് കൺസിഡർ ചെയ്യാം. സോ നിലത്ത് ഏറ്റവും താഴ്ന്ന് എക്കുള്ള ഹൈറ്റ് h, ബിക്കുള്ള ഹൈറ്റ് സ്മാൾ ലെറ്റർ h, സിക്ക് പിന്നെ ഹൈറ്റ് 0 ആണ്. ഏറ്റവും മേലെ എത്തുമ്പോഴുള്ള വെലോസിറ്റി, അതായത് നമ്മളൊരു ബാളെടുത്ത് മേലെ കൊണ്ടുപോയി വെച്ച് വെച്ചാൽ അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയും 0 ആവും. അപ്പോൾ ഏറ്റവും മേലത്തെ വെലോസിറ്റി v=0. എന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് എന്തായാലും വെലോസിറ്റി ഉണ്ടാവും. അതിന് മുട്ടണതിന് മുന്നേ നോക്കുമ്പോഴും വെലോസിറ്റി ഉണ്ടാവും. സോ ഈ 3 ടൈമിലത്തെയും ടോട്ടൽ മെക്കാനിക്കൽ എനർജി, അതായത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ അത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് തെളിയിക്കണം. സോ ടോട്ടൽ കൈനറ്റിക് എനർജി, ഞാൻ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് എഴുതിയിട്ട് സമയം കളയുന്നില്ല. കാരണം ഞാൻ അത് എഴുതാന്ന് വെച്ചാൽ കുറേ ടൈമാകും. അതുകൊണ്ട് മാത്രം ഞാൻ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് എഴുതാണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജിന് ഷോർട്ട് ഫോം ആക്കി TME എന്ന് എഴുതാണ്. സോ നിങ്ങളതിങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് ഞാൻ കുറച്ച് അത്യാവശ്യം വിശദീകരിച്ചെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതിൻ്റെ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാൻ ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഇടാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. കൈനറ്റിക് എനർജി is equal to half mv², potential energy is equal to mgh. സോ ഇനി നമ്മളിലെ ഓരോ പോയിന്റ് തരും. ഈ പോയിന്റിലെ, ബി പോയിന്റിലെ, സി പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചതിന് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് പോയിന്റിലെ കണ്ടെത്താം. ഫസ്റ്റ് പോയിന്റ് ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുക. സോ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ആദ്യം കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യൽ എനർജി പിന്നെ കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്.
സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഈ ഏറ്റവും മേലെ ഒരു ബോൾ കൊണ്ടേക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആവും. അത് സ്റ്റാറ്റിക് ആവും. അവിടെ നമ്മൾ ജസ്റ്റ് വിടുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ ടൈമിലത്തെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയത് കണ്ടു. ഹാഫ് എം വി സ്ക്വയർ, ഈ ഹാഫ് എം വി സ്ക്വയറിൽ വിക്ക് പകരം എന്താ 0 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് മാസം എന്തായിച്ചാലും ആ ടേം മൊത്തം 0 ആവും നമുക്കറിയാം, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് ഹാഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി എഴുതുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പോൾ ഇവിടെ എന്താ എച്ച് എന്ന് പറയുക, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് വേണ്ടത്. ഈ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കാരണം എർത്ത് സർഫേസിന് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ഹൈറ്റിലാണ് ബാൾ നിൽക്കുന്നത്. സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് പറഞ്ഞിട്ട് കിട്ടും. mgh. ഇവിടെ നമ്മൾ ഹൈറ്റും എല്ലാ ലെറ്റേഴ്സും സൂക്ഷിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഇവിടെ NCERT അതേ പിക്ചറാണ് എടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് ചെയ്യാനും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തതാണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു, അപ്പോൾ 0 + mgh എന്ന് പറഞ്ഞാൽ mgh തന്നെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി ബി പോയിന്റിലും സി പോയിന്റിലും തന്നെയാണ് തെളിയിക്കുകയാണ് വേണ്ടത്. ഇനി ബി പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾക്കറിയാം ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, കാരണം ഈ ടൈമിൽ എത്തുമ്പോൾ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട്. സോ കൈനറ്റിക് എനർജി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഇവിടെ ഈ എച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വെലോസിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. കൈനറ്റിക് ഇക്വേഷൻ v is equal to v0 plus at, x is equal to v0t plus half at square, v square is equal to v0 square plus 2ax. അപ്പോൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഉള്ള ഡാറ്റാസ് എങ്ങനത്തെയൊക്കെയാണ് നോക്കണം. ഇവിടെ ഇപ്പോൾ എർത്ത് അട്രാക്ട് ചെയ്യുന്നതാണ്, അപ്പോൾ ഗ്രാവിറ്റിയാണ് ആക്സിലറേഷൻ. നമുക്ക് കിട്ടിയ ഡാറ്റകളൊക്കെ നോക്കിയാൽ ഇതിൽ ടൈം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ v square is equal to v0 square plus 2ax ആണ്. അത് ഞാൻ മെയിനായിട്ട് ഇവിടെ എഴുതുന്നത് v square is equal to v0 എന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. NCERT അത് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. നമുക്ക് u എന്നോ എന്ത് വേണമെങ്കിൽ എടുക്കാം. സോ നമ്മൾ അത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ വി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് വി എച്ചിൻ്റെ സ്ക്വയർ, അതായത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ വി എച്ചിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇനീഷ്യലായി ബോഡി തുടങ്ങുമ്പോൾ 0 എന്ന് വെലോസിറ്റി, അപ്പോൾ v0 എന്ന് പറയുന്നത് 0 ആയി പോവും, ആ ടേം ക്യാൻസൽ ആവും. പിന്നെ ഈ 2ax മാത്രമേ ഉണ്ടാവും. സോ നമുക്ക് നോക്കാം. വി എച്ച് ഈസ് ഈക്വൽ ടു വി എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax ആണ് വരിക. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് വരിക. അപ്പോൾ ഈ ഹൈറ്റ് ആണ് വരേണ്ടത്. ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഫ്രം ഹിയർ, അത് ഈ ഇപ്പോൾ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഹൈറ്റ് ആണ് വേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം, കാരണം അത് ഈ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ എർത്ത് സർഫേസ് എന്നുള്ളതാണ്. അത് മൈനസ് ഈ സ്മാൾ ലെറ്റർ എച്ച് ആണ് വരിക. സോ എന്താ വി എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു എക്ക് വരും, സോറി പച്ചമഷി പോയി, 2 ഇൻറ്റു എക്ക് വരും ജി എന്ന് കൊടുക്കുക, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല. അതിപ്പോൾ ജി എന്ന് കൊടുക്കുക. എക്സ് എന്ന് പറയാം, ഞാനവിടെ ഈ എച്ച് മൈനസ് എച്ചും കൊടുക്കാം. എച്ച് മൈനസ് എച്ച് ഇതൊരിക്കലും ബ്രാക്കറ്റിലിടാൻ മറക്കരുത്, കാരണം ആ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് മൊത്തമായിട്ടാണ് നമ്മൾ വേറൊരു ടേം കൊടുക്കുന്നത്, എച്ച് മൈനസ് എച്ച് ആണ്. സോ നമുക്ക് എന്താ വി എച്ച് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ഇപ്പോൾ
കൈനറ്റിക് എനർജി കാണാം. കാരണം നമുക്ക് എല്ലാം ആയി, മാസ് ഉണ്ട്, ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അതിൻ്റെ ആക്സിലറേഷൻ ഒക്കെ ആയി. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ്. അത് ഇവിടെ തന്നെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ v² പകരം ഇവിടെ ഈ vh², കാരണം ഈ പ്ലേസത്തെ വെലോസിറ്റി അതാണല്ലോ. സോ ഹാഫ് ഇൻറ്റു m ഇൻറ്റു ചേർക്കാൻ മറന്നു, ഹാഫ് ഇൻറ്റു m ഇൻറ്റു v² പകരം vh², അതായത് vh² വാല്യൂ 2gh - h, 2g ക്യാപിറ്റൽ ലെറ്റർ h മൈനസ് സ്മാൾ ലെറ്റർ h. സോ ബ്രാക്കറ്റ് അതിവിടെ മറക്കുകയും ചെയ്യരുത്. സോ ഈ ഹാഫും 2ഉം കൂടി ക്യാൻസലായി പോകും. അപ്പോൾ mg വരും, mg ഇൻറ്റു ഇത് വരും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് തുറന്നെഴുതാം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി mg ഇൻറ്റു ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ h കൊടുക്കുക, അപ്പോൾ mgh, പിന്നെ ഈ നടുവത്തെ മൈനസ്, അതിനുശേഷം mg ഇൻറ്റു ഈ സ്മാൾ ലെറ്റർ h, അപ്പോൾ mg സ്മാൾ ലെറ്റർ h. ഇനി നമ്മൾ അത് കണ്ടെത്തി, കൈനറ്റിക് എനർജി കണ്ടെത്തി. ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്തുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ അറിയാം എർത്തിൻ്റെ സർഫേസിന് എത്ര ഹൈറ്റ് ഉണ്ട്, mgh ആണ് ഇക്വേഷൻ. അപ്പോൾ mgയും നമുക്ക് mg ആയിട്ട് തന്നെ എടുക്കാം, പക്ഷെ എർത്തിൻ്റെ ഹൈറ്റ് സർഫേസിൽ നിന്ന് ഈ h ഹൈറ്റ് ആണുള്ളത്. ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഇത്ര ഹൈറ്റിലാണ് ഈ h, സ്മാൾ ലെറ്റർ h ഹൈറ്റിലാണുള്ളത്. സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് പറഞ്ഞിട്ട് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh, സ്മാൾ ലെറ്റർ mgh ആണ്. സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് വരിക. ടോട്ടൽ മെക്കാനിക്കൽ എനർജി വീണ്ടും പറയുന്നത് TME എന്നൊന്നും എഴുതി പോകരുത്. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ നമ്മളിത് മൂന്നും കൂടി പോകും, അതായത് ഈ mgh മൈനസ് mgh പ്ലസ് mgh എന്നാണ് വരിക. സോ നമ്മൾ ഇത് വെറുതെ ചെയ്യരുത്, കാരണം 100 + 1 - 1 തന്നെ 100 തന്നെയില്ല. അതേപോലെ mgh മൈനസ് mgh പ്ലസ് mgh എന്ന് വെച്ചാൽ അത് ഈ mgh, അതായത് ഈ ക്യാപിറ്റൽ ലെറ്റർ mgh മാത്രമാണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം മൈനസ് ചെയ്യണു പ്ലസ് ചെയ്യണു, സോ വലിയ പ്രശ്നമൊന്നുമില്ല. സോ നമുക്ക് ആഡ് ചെയ്ത് വെച്ചാൽ mgh എന്നായിട്ട് വരും. ഈ ബിയിൽ കണ്ടുപിടിക്കാൻ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളൂ, കാരണം കുറച്ച് കൂടി എഴുത്തെയും സീറ്റേക്കാട്ടിലും എഴുതാറുണ്ട്, അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ സിയിലത്തെ തന്നെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി ഒരു വരട സി കണ്ടുപിടിക്കാം. സോ നമ്മൾ അടിയിൽ 2 വരയിടാൻ മറക്കരുത്, കാരണം നമ്മൾ ചെയ്ത ഒരു പരിപാടിക്ക് എപ്പോഴും ഒരു രസം ഉണ്ടാവും. സോ സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഇനി എന്താ ഉള്ളത് വെച്ചാൽ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഹൈറ്റ് ഇല്ല, കാരണം ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് എർത്ത് സർഫേസിന്. സോ അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, കാരണം mgh ആണ് പൊട്ടൻഷ്യൽ എനർജി. h ഇല്ലെങ്കിൽ പിന്നെ അവിടെ mg ആയിട്ട് വരില്ലല്ലോ. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും, അവിടെ mgh വരും, hന് പകരം ഇവിടെ ഈ mgh വരും, hന് പകരം 0 എന്ന് വെച്ചാൽ ക്യാൻസൽ ആയി പോവും, അതായത് ടേം മൊത്തം 0 ആയി പോവും. ഈ കൈനറ്റിക് എനർജി കാണാം. കൈനറ്റിക് എനർജി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് v കണ്ടുപിടിക്കണം. ഇവിടെ vf എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഈ vf എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. നേരത്തെ കണ്ടുപിടിച്ച അതേ വേ തന്നെയാണ്, കാരണം നേരത്തെ കണ്ടുപിടിച്ച അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും. vf ഈസ് ഈക്വൽ ടു എന്നിട്ട് നമുക്ക് ഫസ്റ്റത്തെ ടേം ക്യാൻസൽ ആവും, കാരണം നമ്മൾ മോഷൻ തുടങ്ങിയത് v ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഇത് മൊത്തം ട്രാവൽ ചെയ്തത് ഈ h ഹൈറ്റ് ആണ്, അതായത് ഈ h ഹൈറ്റ്, കാരണം മേലിൽ നിന്ന് ഏറ്റവും താഴെ വരെ എത്തി. സോ ഇനി നമ്മൾ 2gh എന്ന് പറഞ്ഞിട്ട് എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ h, 2g ക്യാപിറ്റൽ ലെറ്റർ h എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh, ഹാഫ് mv² ആണ്, ഈക്വൽ ടു vf² ആണ് ഇവിടെ, ജസ്റ്റ് മൈ മിസ്റ്റേക്ക്. ഇവിടുത്തെ പോലെ vh² കണ്ടുപിടിച്ചാലും ഇവിടെ vf² കണ്ടുപിടിച്ചു, അത് കൈനറ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gh എന്ന് പറഞ്ഞിട്ടാണ് വരിക. 2gh ചെയ്യുമ്പോൾ ഇവിടെ
ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ ബ്രാക്കറ്റിൻ്റെ കാര്യമൊന്നുമില്ല, കാരണം H-H അങ്ങനെ ഇത് ഒറ്റ ടേം അല്ലേ ഉള്ളൂ ഇവിടെ, അപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ MgH എന്ന് പറഞ്ഞിട്ട് കിട്ടും, കൈനറ്റിക് എനർജി =MgH. നമ്മൾ നേരത്തെ ഈ കേസിൽ ഇതുപോലെ തന്നെ MgH + 0 എന്ന് പറഞ്ഞു വെച്ചാൽ MgH തന്നെയാണല്ലോ. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇവിടെ MgH തന്നെ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി =MgH. സോ നമ്മൾ ആ 3 സിറ്റുവേഷൻസിൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് തെളിയിച്ചു. സോ ഇത് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ ഡെറിവേഷൻ കഴിയായി. ഇത് പെട്ടെന്ന് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ്, പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അധികം ടൈമൊന്നും വേണ്ട, എഴുതുന്ന സ്പീഡിനനുസരിച്ച് പെട്ടെന്ന് കഴിയും. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സോ ഇനി ഇങ്ങനത്തെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ താങ്ക് യു.